തിരുവനന്തപുരം മൃഗശാലയിലെ ഹനുമാൻ കുരങ്ങ് കൂട്ടിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പുതുതായി എത്തിച്ച ഹനുമാൻ കുരങ്ങാണ് കൂട്ടിൽ നിന്നും ചാടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? എബി, വൈകുന്നേരം 6 മണിയോടെയാണ് ഈ ഹനുമാൻ കുരങ്ങ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയത്. തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന കുരങ്ങാണിത്. തിരുപ്പതിയിൽ നിന്ന് വേറെയും മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. 2 സിംഹങ്ങളെ കൂടി കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. ഈ കൊണ്ടുവന്ന മൃഗങ്ങളെയൊക്കെ മറ്റന്നാൾ സന്ദർശകർക്കായി തുറന്നു ിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് കൂട് തുറന്നപ്പോഴാണ് ഇതിൽ ഒരു ഹനുമാൻ കുരങ്ങ് ഇവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ആകെ ഇപ്പോൾ ഈ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതേസമയം രാത്രി ആയതുകൊണ്ടും ഈ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തത് കൊണ്ടും ഇതിനെ കണ്ടെത്തുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രയാസകരമാണ്. എന്നാലും വലിയ തരത്തിലുള്ള പരിശോധന ഈ മൃഗശാല അധികൃതരും നാട്ടുകാരും എല്ലാം തന്നെ ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കുരങ്ങിന് അക്രമ സ്വഭാവമുണ്ട് എന്ന ഒരു കാര്യമാണ്. ഇത് നാട്ടുകാരെ അടക്കം, ഇത് ഇപ്പോൾ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളെ ആക്രമിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത് വലിയൊരു ആശങ്കയുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ തരത്തിൽ ചെറിയൊരു ഭീതിയിൽ കൂടിയാണുള്ളത്. അതേസമയം ഈ കുരങ്ങനെ കാണുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആളുകൾ അതുപോലെ തന്നെ ജാഗ്രത പാലിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അതേസമയം രാത്രിയാണ് എന്നതാണ് വലിയ ഒരു വെല്ലുവിളിയായി തുടരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കൂടുകൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് മരത്തിന്റെ മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഈ നന്ദൻകോട് ഭാഗത്തേക്ക് ഈ മതിലിനപ്പുറത്തേക്ക് ഇത് ചാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് എങ്ങനെയാണ് ഇത് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂട് തുറക്കുന്ന ഘട്ടത്തിൽ ഇത് പുറത്തേക്ക് ചാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ നേരത്തെ ഈ മൃഗശാലയ്ക്ക് പുറത്ത് ഒരു തെങ്ങിന്റെ പുറത്തൊക്കെ ഈ കുരങ്ങ് ഇരിക്കുന്നതായി ആളുകൾ കണ്ടതായി പറയുന്നു. എന്തായാലും ഇപ്പോൾ 6 മണിയോടുകൂടിയാണ് ഈ കുരങ്ങ് പുറത്തേക്ക് ചാടിയത്. ഇപ്പോഴും ഈ കുരങ്ങിനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. തീർച്ചയായും വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ കുരങ്ങിന് ഇതൊരു ഹനുമാൻ കുരങ്ങാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ കുരങ്ങിന് അക്രമ സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു കുരങ്ങാണിത്. ആളുകളെ ആക്രമിക്കുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു കുരങ്ങാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തെങ്കിലും ആളുകളെ ആക്രമിക്കുന്ന ഒരു നിലയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ തെരച്ചിൽ, വളരെ പെട്ടെന്ന് തന്നെ കുരങ്ങനെ കണ്ടെത്തുന്നതിനാവശ്യമായ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എബി, ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടോ കമലേഷേ? ഇല്ല എബി, ആ തരത്തിലുള്ള വിശദീകരണങ്ങൾ തന്നെയാണ് ഇനി വരേണ്ടത്. ഈ വിശദീകരണം എന്ന് പറയുന്നത് എങ്ങനെ കുരങ്ങ് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നത് സംബന്ധിച്ചാണ്. ആകെ ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. ഈ കുരങ്ങിന് ഒരു അക്രമ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനെ എന്തായാലും ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയി എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഏത് നിലയ്ക്കാണ് ഇനിയിപ്പോൾ അതിനെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുക? അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? എബി, ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് രാത്രിയാണ്, വേണ്ടത്ര വെളിച്ചമില്ലാത്ത പ്രശ്നമുണ്ട്. പകലാണെങ്കിൽ പിന്നെയും കുരങ്ങ് മരങ്ങളിൽ നിന്ന് ചാടിപ്പോകുന്നതടക്കം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രാത്രി ആയതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ലയിലോ മറ്റോ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ഇത് ചാടിപ്പോവുകയോ അല്ലെങ്കിൽ നിലത്തിറങ്ങുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഈ കുരങ്ങനെ ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മരത്തിന്റെ മുകളിൽ എങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ഉയരമുള്ള ഏതെങ്കിലും മരത്തിന്റെ ചില്ലയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസകരമാണ്. എന്തായാലും ഇത് നാട്ടിലേക്ക്, അതായത് ഈ മൃഗശാലയുടെ വളപ്പ് വിട്ട് അതിന്റെ പുറത്തേക്ക് ഇത് ചാടിക്കഴിഞ്ഞിട്ടുണ്ട്. എത്ര ദൂരം കുരങ്ങ് പോകും എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എന്തായാലും ഈ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ കുരങ്ങനെ തിരിച്ച് കൂട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. മറ്റന്നാളാണ് ഈ കൊണ്ടുവന്ന മൃഗങ്ങളെയാകെ തന്നെ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അത്തരത്തിൽ തുറക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് കൂട് തുറന്നത്. ആ നിലയിൽ കൂട് തുറന്നപ്പോഴാണ് ഈ കുരങ്ങൻ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ ചാടി രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുരങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. എബി, ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് തിരുവനന്തപുരം മൃഗശാലയിലെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ടായിരുന്ന ഹനുമാൻ കുരങ്ങാണ് കൂട്ടിൽ നിന്നും പുറത്തു ചാടിയിരിക്കുന്നത്. പുതുതായി എത്തിച്ച കുരങ്ങാണ് പുറത്തു ചാടിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കൂട് തുറക്കുന്നതിനിടെയാണ് ഈ സംഭവം.
ആക്രമിക്കുന്ന സ്വഭാവമുള്ള കുരങ്ങാണ് എന്നുള്ളതാണ് മൃഗശാല അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കുരങ്ങനെ എത്രയും വേഗം തന്നെ കൂട്ടിൽ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ, ഒപ്പം തന്നെ രാത്രിയാണെന്നുള്ള ഒരു വെല്ലുവിളി, ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വിശദാംശങ്ങൾ നൽകിയത് കമലേഷാണ് തിരുവനന്തപുരത്ത്. ഇടവേള.